കേരളത്തിൻ്റെ പഴമയും അഭിമാനവും ഒരു കൊല്ലം യാത്ര. കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന ഒരു നഗരമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കൊല്ലമാണ്. പലർക്കും കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കായലുകളും ബോട്ട് യാത്രകളുമാണ്. പക്ഷേ ഈ നഗരത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ്. കൊല്ലത്തിൻ്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. 8 ശാഖകളായി പിരിഞ്ഞിരിക്കുന്ന ഈ കായൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജലസൗന്ദര്യങ്ങളിൽ ഒന്നാണ്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച, വെള്ളത്തിൽ പതിഞ്ഞ സ്വർണ്ണ നിറം, ചുറ്റും നിശബ്ദമായി നീങ്ങുന്ന വള്ളങ്ങൾ, അത് കാണുമ്പോൾ സമയം പോലും നിൽക്കുന്നത് പോലെ തോന്നും. അഷ്ടമുടി കായൽ വെറും ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, പഴയ കാലത്ത് കേരളത്തിൻ്റെ വ്യാപാര കേന്ദ്രമായിരുന്നു. വിദേശ വ്യാപാര കപ്പലുകൾ ഇവിടെ എത്തി മസാലകളും സാധനങ്ങളും കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ ഒരിക്കൽ കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായി വിളിച്ചിരുന്നു. അതിൻ്റെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നത് കൊല്ലം തുറമുഖമാണ്. ചരിത്രരേഖകൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ചൈന, അറേബ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ എത്തി വ്യാപാരം നടത്തിയിരുന്നു എന്നതാണ്. ഇന്ന് തുറമുഖം ശാന്തമായി തോന്നാമെങ്കിലും ഒരിക്കൽ ഇവിടെ നിന്നാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ശക്തി ലഭിച്ചത്. കൊല്ലത്തിൻ്റെ മറ്റൊരു മനോഹര അടയാളമാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. കടലിന് മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന ഈ ലൈറ്റ് ഹൗസിൽ കയറി നോക്കുമ്പോൾ അറബിക്കടലിൻ്റെ അനന്തമായ കാഴ്ച കാണാം. സന്ധ്യാസമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ സൂര്യൻ കടലിലേക്ക് മുങ്ങുന്ന കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒന്നാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്വർഗം വേണമെങ്കിൽ മൺട്രോ ദ്വീപ് സന്ദർശിക്കണം. ചെറു കനാലുകളും പച്ച നിറമുള്ള പ്രകൃതിയും നാട്ടുജീവിതവും ചേർന്ന ഈ ദ്വീപ് കൊല്ലത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന സൗന്ദര്യമാണ്. ഇവിടെ ജീവിതം വളരെ ലളിതമാണ്, പക്ഷേ അത്രയും സമാധാനകരവുമാണ്. കൊല്ലത്തിൻ്റെ പ്രത്യേകത പ്രകൃതിയിലോ ചരിത്രത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിലെ ആദ്യകാല വ്യാപാര നഗരങ്ങളിൽ ഒന്നായതിനാൽ വിവിധ സംസ്കാരങ്ങൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. പഴയ പള്ളികളും ക്ഷേത്രങ്ങളും കോളനിയൽ കാലത്തിൻ്റെ നിർമ്മിതികളും എല്ലാം ചേർന്ന് കൊല്ലത്തെ ഒരു ജീവിക്കുന്ന ചരിത്ര പുസ്തകമാക്കുന്നു. ഇന്നും കൊല്ലം മാറിയിട്ടുണ്ടെങ്കിലും ഈ നഗരത്തിൻ്റെ ആത്മാവ് ഇന്നും അതേപോലെ നിലനിൽക്കുന്നു. കായലിൻ്റെ ശാന്തതയിൽ, കടലിൻ്റെ ശബ്ദത്തിൽ, പഴയ തെരുവുകളുടെ ഗന്ധത്തിൽ കൊല്ലം തൻ്റെ കഥകൾ ഇന്നും പറയുന്നുണ്ട്. കൊല്ലം ഒരു യാത്രാസ്ഥലമല്ല, അത് അനുഭവിക്കേണ്ട ഒരു വികാരമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത ഒരു നാടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.